ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞു വാവകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ നമുക്കിത് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുതിർത്ത ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുപയർ ഇല്ലെന്നുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പ് എടുത്താലും മതി. കുതിർത്ത ചെറുപയറിന് പകരം മുളപ്പിച്ച ചെറുപയർ എടുക്കുവാണെങ്കിൽ കൂടുതൽ ഹെൽത്തിയാണ്. ഞാനിവിടെ നന്നായിട്ട് കുതിർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് ഞാനിവിടെ നമ്മുടെ കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ അതിനെക്കാട്ടും നല്ലത് നമ്മുടെ ഈ കുത്തരിയാണ്. ചോറ് ആവശ്യത്തിന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ ചോറ് എടുക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുതിർത്ത് വെച്ച ചെറുപയറും വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രൊക്കോളി ബീൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി എടുക്കാം കേട്ടോ. എല്ലാ ഐറ്റംസും വളരെ കുറച്ച് അളവിലെടുത്താൽ മതി, കാരണം കുഞ്ഞുങ്ങൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് വെന്ത് വരണം. ഒരു 6 വിസിൽ ഞാനിവിടെ വെക്കുന്നുണ്ട്. 8 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു തുടങ്ങാം കേട്ടോ. കുഞ്ഞിന് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾ, ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റ് ആദ്യം ഒന്ന് കൊടുത്തു വെക്കണം, പൊട്ടറ്റോ കൊടുത്തു വെക്കണം. സെപ്പറേറ്റായിട്ട് ഇങ്ങനെ കൊടുത്തു നോക്കിയിട്ട് കുഞ്ഞിന് അത് വയറിനൊന്നും ഒരു പ്രോബ്ലം ഇല്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇതുപോലെ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ 1.5 വയസ്സിന് ശേഷമാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും കുഞ്ഞിന് കൊടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് വെജിറ്റബിൾസും റൈസും നമ്മുടെ ചെറുപയറും ഒക്കെ ആയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഉടച്ചെടുത്തിട്ട് കഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലെൻഡർ ഉപയോഗിക്കാം, മിക്സിയുടെ ജാറൊക്കെ ഉപയോഗിക്കാം. മിക്സിയുടെ ജാറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറുക്ക് പരുവത്തിൽ നമുക്കിത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റും. പല്ലൊക്കെ വരുന്നതിന് മുമ്പാണെങ്കിൽ കുഞ്ഞിന് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അവസാനമായിട്ട് ഞാൻ കുറച്ച് ജീരകപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജീരകം ഇടണമെന്ന് നിർബന്ധമില്ല, എന്നാൽ ഇട്ട് കഴിഞ്ഞാൽ വയറിന് നല്ലതാണ്. ഇനി കുറച്ച് ബട്ടറോ നെയ്യോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യൊക്കെ ആദ്യമായിട്ട് കുഞ്ഞിന് കൊടുക്കുമ്പോൾ 1 ഡ്രോപ്പ് മാത്രമാണ് കൊടുക്കേണ്ടത്. പതുക്കെയാണ് അളവ് കൂട്ടിക്കൊണ്ട് വരേണ്ടത്. നെയ്യൊക്കെ 2 ടീസ്പൂൺ വരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.